നിറങ്ങളും തിളക്കങ്ങളും നിറഞ്ഞ പൂരത്തിന്റെ വിസ്മയ ലോകത്തേക്കുള്ള കവാടമാണ് ചമയ പ്രദർശനങ്ങൾ. പാറമേക്കാവിലും തിരുവമ്പാടിയിലും നേരിട്ടെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചമയ പ്രദർശനങ്ങൾ കണ്ടു. ഉദ്ഘാടനത്തിന് പിന്നാലെ ചമയ പ്രദർശനത്തിലേക്ക് പൂരപ്രേമികൾ ഒഴുകിയെത്തുകയാണ്. മഴവില്ല് തോൽക്കുന്ന നിറത്തോടെയാണ് പൂരക്കുടകളുടെ തലയുയർത്തിയുള്ള നിൽപ്പ്. കുടയുടെ കാലുകളും വർണ്ണത്തുണിയിൽ പൊതിഞ്ഞ് തിളക്കമേറ്റിയിട്ടുണ്ട്. ആനയുടെ ആടയാഭരണങ്ങളും ഒട്ടേറെയുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും തിളക്കമുള്ള പലതരം മണികൾ. തിളക്കങ്ങളെ വെല്ലുന്ന നിറങ്ങളിലാണ് ഇവയുടെ കയറുകൾ ഒരുക്കിയിരിക്കുന്നത്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ചമയ പ്രദർശനമാണ് ആദ്യം മിഴി തുറന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പൂരം ടി വിയിൽ തന്നെയാണ് കണ്ടത്. വെടിക്കെട്ടും എവിടെയോ ദൂരത്തിരുന്ന് അതിൻ്റെ ശബ്ദം മാത്രമാണ് കേട്ടത്. ഇപ്രാവശ്യം മറ്റു ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശം പോലെ എവിടെങ്കിലും നിന്ന്, എത്രയും അടുത്ത് നിന്ന്, അല്ലെങ്കിൽ അനുവദിക്കപ്പെടുന്ന അകലത്തിൽ നിന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട്. ഇതൊരു തൃശ്ശൂർ സമൂഹം നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നുകർന്ന് അനുഭവിക്കാൻ വേണ്ടി മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ എം കെ വർഗീസ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനവും പൂരപ്രേമികളിലേക്ക് എത്തി. തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, സ്വാമി സദ്ഭവാനന്ദ, ഇമാം സെയ്ഫുദ്ദീൻ അൽ ഖാസിമി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സസ്പെൻസുകളും ആവേശവും നിറഞ്ഞ പൂരത്തിനാണ് തൃശൂർ തയ്യാറെടുക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. തൃശൂരിന്റെ എല്ലാ തരത്തിലുള്ള ഒരു പരിച്ഛേദം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തു. അതിന് ആദ്യമായി എല്ലാവർക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ വലിയൊരു ആശംസകൾ നേരുകയാണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങൾ തൃശ്ശൂരിലേക്ക് ആൾക്കാർ ഒഴുകിയെത്തുന്ന ഒരു വേദിയായി മാറാൻ പോവുകയാണ്. 6-ാം തീയതിയും 7-ാം തീയതിയും തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി നടത്താൻ ജില്ലാ ഭരണകൂടവും സ്റ്റേറ്റ്, അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും, അതേപോലെ ദേവസ്വങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ജനം, തൃശൂർ.